ഹായ് ഫ്രണ്ട്സ്, മിക്സ് വെജിറ്റബിളിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് സൈഡ് ഡിഷാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് മൂടിയിട്ട് നമുക്കിതുകൊണ്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ യെല്ലോ കളറിൻ്റെ റെഡ് കളറിൻ്റെ ബെൽ പേപ്പേഴ്സ് ഇതിനകത്തോട്ട് ഇടുന്നത്. ഇത് മൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. യെല്ലോ റെഡ് കളർ ബെൽ പേപ്പേഴ്സ് ഞാനത് നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈസില്ല. ഇത് മൂടിയിട്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടണം. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് മൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് അടിച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോഴത്തേക്കിനും നമ്മൾ ബെൽ പേപ്പേഴ്സ് എല്ലാം നല്ലോണം വെന്ത് കിട്ടും. ഇതിനി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ബെൽ പേപ്പേഴ്സും കുറച്ച് ഉള്ളിയും കൂടെ എടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാം, ഞാൻ എല്ലാ ബെൽ പേപ്പേഴ്സും കുറച്ച് ഉള്ളിയും കൂടെ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റിമൈനിങ് ഉള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങായി എടുത്തേക്കുന്നത്, അതും ഞാൻ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. ഇത് മൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ അറൗണ്ട് ഞാൻ ടർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് മൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. 1 മിനിറ്റ് നമുക്കിതൊന്ന് നല്ലോണം ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. മഞ്ഞളൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കോളിഫ്ലവർ ഇടാൻ പോകുന്നത്. കോളിഫ്ലവർ ഇത് ഞാൻ ഓൾമോസ്റ്റ് 1 കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 500 ഗ്രാം. അപ്പോൾ ഈ കോളിഫ്ലവർ നമുക്ക് നല്ല ചൂട് വെള്ളത്തിലും കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് നല്ലോണം കഴുകിയെടുക്കണം. അതുപോലെ കഴുകിയെടുത്ത കോളിഫ്ലവറാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് മൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം മിക്സാക്കി എടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്ന ക്യാരറ്റ് ഞാൻ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ വെജീസ് എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ മസാലാസ് എല്ലാം നല്ലോണം മിക്സായി വരണം. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇടുന്നത്. ഈ പേസ്റ്റ് ഒന്ന് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. സൈഡ് ബൈ സൈഡ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടി. അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതുവരെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ല മസാലാസ് എല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമുക്ക് നേരത്തെ ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിക്കില്ല. ഒത്തിരി അങ്ങ് വെന്ത് പോവല്. ജസ്റ്റ് ഒന്ന് ആയാൽ മാത്രം മതി. അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല നമ്മൾ വെജിറ്റബിൾസ്. ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടിച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നമുക്ക് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ വെജീസ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വെള്ളമൊക്കെ നല്ലോണം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ക്യാപ്സിക്കവും ഉള്ളിയും ബെൽ പേപ്പേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ഷേസ്വാൻ സോസ് 1 ടേബിൾ സ്പൂൺ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്വീറ്റ് ചില്ലി സോസ്. നിങ്ങൾക്ക് എനിക്ക് നോർമലും യൂസ് ചെയ്യാം. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്.
സോ ഈ സോസസ് എല്ലാം ഇട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അടിച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ഈ സോസും മസാലാസും എല്ലാം നല്ലോണം മിക്സായി കിട്ടും. സോ എൻ്റെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം പറ്റി വന്നിട്ടുണ്ട്. മസാലാസും സോസസൊക്കെ നല്ലോണം അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ ഷുവറായിട്ട് അറിയിക്കണേ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.